സഞ്ജയനും ധൃതരാഷ്ട്രമൊക്കെ നല്ല വിവരമുള്ള മൂത്ത ആൾക്കാരാട്ടോ. അവര് നല്ല എന്താണ് നല്ല ശീലമുള്ളവരും, നല്ല ശീലം എന്ന് പറഞ്ഞാല് കുറേ എക്സ്പീരിയൻസ് ഉള്ളത്. ശീലം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. കുറേ ശീലമുള്ളവരും ഈ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുള്ളവരും ജീവിതത്തിൽ കുറെ അനുഭവിച്ചിട്ടുള്ളവരും ഒക്കെയാണ്. അവര് പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, ശരിക്കും രോഗി പറയുന്നത് കേൾക്കണം. ആ രോഗി പറയുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ അതിനു മുമ്പ് ഭഗവാൻ കൃഷ്ണൻ ആദ്യത്തെ ചാപ്റ്ററിൽ കൃഷ്ണന് യാതൊരു റോളും ഇല്ല. അത് ഒരു ഡിസ്ക്രിപ്ഷനാണ്, അത് ഒരു സ്റ്റേജ് ഉണ്ടാക്കലാണ്. അതല്ലെങ്കിൽ ആങ്കറിംഗ് പേഴ്സൺ ഒക്കെ വന്നിട്ട് കുറെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയല്ലോ ഹീറോ വരുന്നതിന് മുമ്പൊക്കെ. അതല്ലെങ്കിൽ ആ സ്റ്റേജ് നിർമ്മിക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ കിടക്കുന്നതിന് പകരം ഇതേപോലെ നമ്മൾ അർജുനന്റെ ഒരു വാക്കും കൂടി കേൾക്കുമ്പോഴാണ് ഭഗവത്ഗീതയുടെ യഥാർത്ഥ എന്തിനാണ് എന്ന് ചോദിച്ചല്ലോ ലക്ഷ്മി. ആ എന്തിനാണ് എന്നുള്ളത് അത് ആണ് തന്നെ പറയണം. അത് ആണ് പറയണമെങ്കിൽ അതിനു മുമ്പ് ആണല്ല പറയണത്. ആണല്ല പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. എന്റെ ക്ലാസ് എടുക്കുന്ന സമയത്തായാലും ഞാൻ നല്ലോലെ വർക്ക് പറയും പിള്ളേരെ. മിക്കവാറും എൻ്റെ അടുത്ത് പിള്ളേർ അധികം ഇരിക്കാറില്ല. കാരണം ഞാൻ തുടങ്ങുന്നത് ശാഠ്യം പിടിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഒക്കെയാണ്. അങ്ങനെ നിൽക്കുന്നവർ മാത്രമേ ഞാൻ പറഞ്ഞാൽ കേൾക്കുള്ളൂ എന്ന് എനിക്കറിയാം. അതുപോലെയാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണൻ വാ തുറക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിലെ സെക്കൻഡ് ശ്ലോകമാണ്. അത് സഞ്ജയൻ പറഞ്ഞതിന് ശേഷമാണ്. ഈ ഇതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു എല്ലാ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നടന്നിട്ടുള്ള സംഭവം നെക്സ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ശ്ലോക അതിന്റെ ഒരു ഇൻട്രോ ആയിരിക്കും. വാട്ട് ഡിഡ് യു ലേൺ സോ ഫാർ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതാണ് എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ ലാസ്റ്റ് ഇയർ വാട്ട് ഡിഡ് വി സ്റ്റഡി എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ ഉണ്ട്. അത് വായിച്ചിട്ടാണ് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത്. അതുപോലെയാണ് ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. അപ്പൊ അതങ്ങോട്ട് വിടാം. അത് സഞ്ജയനാണ് പറയുന്നത് എന്താണ് അവിടെ നടന്നത് സംഭവങ്ങളൊക്കെ, അതൊക്കെ വിടാം. മധുസൂദനം വായ തുറക്കാൻ പോവാണെന്നൊക്കെയുള്ള ഒരു ഇൻട്രോ ആണ്. ഓക്കെ, ആ ഇൻട്രോ കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ കൃഷ്ണൻ വഴക്ക് പറയാണ്. അതും നമുക്ക് വിടാം. കാരണം ആ വഴക്ക് പറയുന്നൊന്നും അർജുനന് വലിയൊരു കേമത്തുള്ളതല്ല. അർജുനൻ പറയുന്ന പ്രശ്നമാണ് നമ്മൾ അറിയേണ്ടത്. അർജുനൻ പറയുന്ന പ്രശ്നം 2ാമത്തെ അധ്യായത്തില് 7ാമത്തെ ശ്ലോകമാണ്. കർപ്പണ്യ ദോഷോപഹത സ്വഭാവ. ഉണ്ടോ കയ്യില്? ഉണ്ട് സർ. അർജുനന്റെ നോക്കട്ടെ. അർജുന ഉവാച കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് എടുക്കാനുള്ള സമയം ഉണ്ടാക്കി വെച്ചിട്ടാണ്. കർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യത് ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശേഷസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു കൗൺസിലർ എടുത്ത്, ഒരു മെന്റർ എടുത്ത്, ഒരു സൈക്കോതെറാപ്പിസ്റ്റിനെടുത്ത് ഒരു പേഷ്യന്റ് പോകുമ്പോൾ ആ പേഷ്യന്റ് പറയുന്നത്. ഭഗവത്ഗീത തുടങ്ങാൻ കാരണം വഴക്ക് പറഞ്ഞിട്ടല്ല ഭഗവത്ഗീത തുടങ്ങേണ്ടത്, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക വേണ്ടത്. അതെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു, എന്തിനു ചെയ്തു കൃഷ്ണൻ? എന്താ വഴി പോകുന്ന ഒരാളെ പിടിച്ചിട്ട് അഡ്വൈസ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മളടുത്ത് പ്രശ്നം വന്ന് പറയുന്നവര് ആ പ്രശ്നം പറയുന്നതിന്റെ രൂപം, ഭാവം, ആ സറണ്ടറിങ്ങിന്റെ ഒരു നേച്ചർ ഒക്കെ കാണുമ്പോഴാണ് ഒരു മെന്റർ മെന്റിയെ സെലക്ട് ചെയ്യുന്നത്. മെന്ററെ സെലക്ട് ചെയ്യുന്ന മെന്റിയാണ്. ഞാൻ ഇന്നാളടുത്ത് പോയാൽ എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുമെന്ന് പറയും. പക്ഷെ എല്ലാവരെയും ഡോക്ടർ ചികിത്സിക്കണം എന്നില്ലല്ലോ. ആ ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണോ വേണ്ടോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുക. അതുപോലെയാണ് കൃഷ്ണൻ തീരുമാനിക്കണം അർജുനനെ അഡ്വൈസ് ചെയ്യണോ വേണ്ടയോ. അത് ചെയ്യണമെങ്കിൽ അർജുനൻ ആദ്യം ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യണം. അത് ചെയ്യുന്നതിന്റെ ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് ആലോചിച്ചു. അത് കർപ്പണ്യദോഷം ബാധിച്ചിരിക്കുന്നതെന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, ധർമ്മം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കാത്ത മൂഢതയിലാണ്. എന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? ധർമ്മം തിരിച്ചറിയാൻ പറ്റാത്തത്. ആ വിവേകം നശിച്ചു. ധർമ്മ വിഷയത്തിൽ വിവേകമില്ലാത്തവനായി ഞാൻ മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? എന്റെ ദൈന്യത കൊണ്ടാണ്.
കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ദരിദ്രവാസിയായി മാറി എന്നൊക്കെ പറയില്ല നമ്മള്. ഒന്നിനും കൊള്ളാത്തവനായിട്ട് വെറും ദീനദയാലുവായിട്ട് മാറിയിട്ടുള്ള ഒരാൾ, ആ ദൈന്യത കൊണ്ട് ബുദ്ധികെട്ടവനായി മാറിയ ഒരു വ്യക്തിയായതുകൊണ്ട് എന്റെ സ്വഭാവം വളരെ മോശമായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൃച്ഛാമിത്വാം ത്വാം ധർമ്മ സമ്മൂഢ ചേതാഹ. എന്നെ മൂഢനായി മാറിയിരിക്കുക. എന്താണ് ശരിയെന്ന് ഒന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? ഇതാണ് റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് ഉള്ളപ്പോഴാണ് ശിഷ്യനായിട്ട് ഏറ്റെടുക്കുന്നത്. അതുവരെ ഫ്രണ്ടും ബന്ധുവും യജമാനനും ഇദ്ദേഹം ഡ്രൈവറും ഒക്കെയാണ്. പക്ഷെ ശിഷ്യനായിട്ട് എടുക്കുന്നത് ശിഷ്യനാവണം എന്ന് അഭ്യർത്ഥിച്ച് ശരണം പ്രാപിക്കുമ്പോഴാണ്. ആ ശരണം പ്രാപിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീതയിലെ. എന്തുകൊണ്ട് ഭഗവത്ഗീത? ഇത് ആരുണ്ടാക്കി? ഇത് കൃഷ്ണനാണോ, ധൃതരാഷ്ട്രരാണോ, ധർമ്മപുത്രരാണോ, അല്ലെങ്കിൽ സഞ്ജയനാണോ, കുരുക്ഷേത്രവാറാണോ, അല്ല മഹാഭാരതാണോ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഇതുണ്ടാക്കിയത്. അർജുനൻ സറണ്ടർ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഏതൊരാൾക്കും അഡ്വൈസ് വേണമെങ്കിൽ ആദ്യം വേണ്ടത് പൂർണ്ണ ശരണം പ്രാപിക്കലാണ്. അങ്ങനെ ഒരു ശിഷ്യനായി മാറുകയാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. യത് ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എനിക്കുപദേശിച്ചു തരണം എന്നാണ്. ഞാൻ എങ്ങനെ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യാണ്. ശിഷ്യനായിട്ട് ഞാൻ അങ്ങയിൽ പ്രാപിച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് അങ്ങോട്ട് പറയാണ്. അത് കൃഷ്ണൻ അനുവദിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ അതിനു മുമ്പ് നല്ല വഴക്കാ പറഞ്ഞത്. ആ വഴക്ക് പറഞ്ഞത് കശ്മളമിതം എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്ത് രസകരമായിട്ടാ പറയുന്നത്. കുതസ്ത്വ കശ്മളമിതം, നീ ഒരു ഒന്നിനും കൊള്ളാത്തൊരുത്തനാണെന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലൈബ്യം അസ്മരകപ്പാർത്ഥ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ കാലിൽ വീഴാന്ന് പറഞ്ഞു. അപ്പൊ 2ാമത്തെ അധ്യായത്തിൽ 7ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ കീ പോയിന്റ് എന്ന് പറയുന്നത്. അതില് ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം എന്നുള്ള ആ ഒരു വാക്ക് ഇതിനെ കണക്ട് ചെയ്തിട്ട് കുറേ ശ്ലോകങ്ങൾ പറയാം കേട്ടോ. അത് തീരുന്നത് ഇനി ലാസ്റ്റ് 88ാമത്തെ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയണം. ഇനി 18ാമത്തെ അധ്യായത്തിൽ 66ാമത്തെ ശ്ലോകം വായിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ആരെങ്കിലും ഭഗവത്ഗീത പഠിച്ചിരുന്നു അല്ലെ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇല്ലെങ്കിൽ എല്ലാ ശ്ലോകങ്ങളും എടുത്തു വെക്കുമായിരുന്നു. ഇനി അർജുനൻ ഇത് കഴിയുമ്പോ അർജുനൻ പറയും, ഞാൻ സമ്മതിച്ചു നിന്നെ, നീ എനിക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയണ്ടേ. അത് 18ാമത്തെ അധ്യായത്തില് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി അവസാനം ഈ കൃഷ്ണൻ പറയും. അത് നമുക്ക് എടുക്കാം, കൃഷ്ണൻ പറയുന്ന ഭാഗം എടുക്കാം. കൃഷ്ണൻ പറഞ്ഞു കഴിയുമ്പോൾ അർജുനൻ ഇതിനൊരു ഉത്തരം പറയട്ടെ. ഞാൻ മനസ്സിലാക്കി നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവസാനം ടാറ്റ ബൈ ബൈ ഫീസ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന ഒരു രംഗം ഉണ്ടാവുമല്ലോ. ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോയാൽ ഡോക്ടർ പറഞ്ഞിട്ട് തീർന്നിട്ട് കാര്യമില്ല. ഡോക്ടറുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഈ പോയി കണ്ട പേഷ്യന്റ് പുറത്ത് വരുമ്പോൾ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുകയാണ്, ഇയാൾ പറഞ്ഞതിൽ വല്ല ഗുണമുണ്ടോ? ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോയി കാണണ്ടു. ഭഗവത്ഗീതയുടെ ഉള്ളിൽ നമ്മൾ കയറണമെങ്കിൽ ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ പേഷ്യന്റ് ആയിട്ടുള്ള കാർപ്പണ്യ ദോഷം ഉണ്ടായിരുന്ന എല്ലാ മോഹങ്ങളും നഷ്ടപ്പെട്ട് ആകെ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യാത്ത ഒരവസ്ഥയിൽ അർജുനൻ ഉള്ളിൽ പോയിട്ട് കൃഷ്ണന്റെ എല്ലാ അഡ്വൈസസും കേട്ട് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണം. അത് 18ാമത്തെ ചാപ്റ്ററിൽ 73ാമത്തെ ശ്ലോകം. 73ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് നഷ്ടോ മോഹ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് 73ാമത്തെ ശ്ലോകം. എനിക്ക് എളുപ്പമാണ്, കാരണം ഞാൻ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിന്റെ ഉത്തരവും എവിടെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ കുറെ റിസർച്ച് നടത്തിയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് എളുപ്പ സംഭവങ്ങൾ. ഓക്കെ, നഷ്ടോ മോഹ 18ാമത്തെ അധ്യായത്തിൽ 73ാമത്തെ ശ്ലോകം കിട്ടിയോ? സ്മൃതിർലബ്ധ തത് പ്രസാദാത്മയ അച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. അങ്ങ് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തോളാം എന്നാണ്. എന്ത് രസകരമായിട്ടാ സറണ്ടറിയുടെ. നഷ്ടോ മോഹസ്മൃതിർലബ്ധ ത്വത്പ്രസാദാന്മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ.
18-ാം അധ്യായത്തിൽ 73-ാമത്തെ ശ്ലോകം അല്ലെ? നഷ്ടോ മോഹ, എന്റെ ആ ഒരു മോഹ അവസ്ഥയിൽ ഉണ്ടായിരുന്നല്ലോ ഞാൻ. സമൂഹ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, മോഹത്തിൽ പെട്ട് കിടക്കുകയാണ് ഞാൻ എന്നാ പറഞ്ഞത്. ആ അവസ്ഥയിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നു എന്ന് കൃത്യമായിട്ട് അർജുനൻ പറഞ്ഞിട്ടുണ്ട്. കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ പൃച്ഛാമിത്യാം ധർമ്മ സമ്മൂഢ ചേത. ആ അവസ്ഥയിൽ നിന്നും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി. ഏ അച്യുത, അങ്ങയുടെ പ്രസാദം. എന്താ പ്രസാദം? അതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത കൊണ്ട് എനിക്ക് എന്തുണ്ടായി? എന്റെ വ്യാമോഹങ്ങളൊക്കെ പോയിട്ട് ഇപ്പം സമോഹങ്ങൾ മാത്രമേ ഉള്ളൂ. മോശം മോഹങ്ങളൊക്കെ പോയി. ഇപ്പം പൂർണ്ണ ആരോഗ്യവാനായിട്ട്, സൈക്കോളജിക്കലി ഫിറ്റ് ആയിട്ട് ഞാൻ എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അർജുനൻ പറയുമ്പോഴാണ് എന്ത് പ്രോബ്ലത്തിലായിരുന്നു അർജുനൻ ഇരുന്നത്. 18 ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും, 17 ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ആള് ഉഷാറായി. ബെഡിൽ കിടത്തിയിട്ട്, ICUയിൽ കിടത്തിയിട്ട് ഇപ്പൊ ശവം എടുത്തുകൊണ്ട് പോകണം തോന്നിയ ആള് ഇതാ എഴുന്നേറ്റ് ഓടുന്ന അവസ്ഥയായി. എനിക്ക് ബോധം വന്നു എന്നാണ് പറയുന്നത്. ഒരു ഗത സന്ദേഹവും ഇല്ല എനിക്ക്. ഞാൻ സംശയമില്ലാത്തവനായി മാറി. ഗതിയിൽ സന്ദേഹം, എനിക്ക് എങ്ങടാ പോണ്ടെന്നൊരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥയാണ്. വില്ല്, അമ്പ് ഒന്നും എനിക്ക് വേണ്ട. ചുണ്ടൊക്കെ വരണ്ട്, കവിളൊക്കെ വേർതിരിക്കുന്ന, അതുകൊണ്ട് അങ്ങ് പറയുന്ന എന്തും കേൾക്കാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ആ അവസ്ഥയിലേക്ക് അർജുനനെ മാറ്റിയെടുക്കാൻ ഈ ഭഗവത്ഗീതക്ക് സാധിച്ചുവെങ്കിൽ അതാണ് ഭഗവത്ഗീതയുടെ ഗുണം എന്ന് പറയുന്നത്. ഇനി അതിനെന്തൊക്കെയാണ് വേണ്ടെന്നുള്ള മരുന്നിലേക്ക് നമ്മൾ പിന്നെ കിടക്കാം. ആദ്യം പുറത്തു നിന്ന് പറയുന്ന ഒരാൾ കേട്ടു, ഇപ്പൊ പേഷ്യന്റ് പറയുന്നത് കേട്ടു, ഇനി ഡോക്ടർ പറയുന്നത് പിന്നെ കേൾക്കാം. ഓക്കെ, ഡോക്ടർ പറയുന്നതും വളരെ വളരെ വ്യക്തമായിട്ട് 2 ശ്ലോകത്തിൽ ഭഗവത്ഗീത ഡോക്ടർ പറയുന്നത് തീർക്കാം. ഇവിടെ സാറ് പറയുമ്പോ ഒരു കാര്യം കൂടെ പറയാണ്. സാറ് വീണ്ടും നമുക്ക് വളരെയധികം ഹോപ്പ് തരികയാണ്. അതായത് പേഷ്യന്റിന്റെ പ്രൂഫ്, പേഷ്യന്റിനെ കൊണ്ട് തന്നെ പ്രൂഫ് പറയിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഉത്സാഹം കൂട്ടുക എന്നല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും തോന്നും ഭഗവത്ഗീത പഠിച്ചാൽ മനസ്സിലാവില്ല, 4 പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് റിവ്യൂസ് ഇട്ട് ഇരിക്കുന്നവര് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, എന്റെ മകൻ പോലും പഠിക്കാൻ ഒരു ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. ആ ഫീലിംഗ് അങ്ങ് മാറ്റുകയാണ്. കാരണം സാർ ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഡിപ്രഷന്റെ ഒരു ക്ലാസിക്കൽ സിംറ്റംസും കൂടെ പറഞ്ഞുകൊണ്ട് അടുത്തതിലേക്ക് പോവാം. കാരണം ഇവിടെ അർജുനന് സംഭവിച്ചിരിക്കുന്നതെല്ലാം തന്നെയാണ് ആധുനിക മനഃശാസ്ത്രം ഒരു ക്ലാസിക് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ഫീലിംഗ്സ് ഓഫ് സാഡ്നെസ്, ടിയർഫുൾനെസ്, എംപ്റ്റിനെസ് ഓർ ഹോപ്പ്ലെസ്നെസ്, ആംഗ്രി ഔട്ട്ബേഴ്സ്റ്റ്, ഇറിറ്റബിലിറ്റി ഓർ ഫ്രസ്ട്രേഷൻ, ഈവൻ ഓവർ സ്മോൾ മാറ്റേഴ്സ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്ലഷർ ഇൻ മോസ്റ്റ് ഓർ ഓൾ നോർമൽ ആക്ടിവിറ്റീസ്. അതായത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വ ബോധമില്ലായ്മ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുത്തുക, അതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറിക്കുക, അനാവശ്യമായിട്ടുള്ള വേദന, കണ്ണുനീര്, ശൂന്യത, പ്രതീക്ഷയില്ലായ്മ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ അർജുന വിഷാദയോഗത്തിൽ കാണുന്നത്. അതിന് അവസാനം ആ ഒരു പേഷ്യന്റിനെ സൈക്കോ തെറാപ്പിയിലൂടെ അവസാനം പേഷ്യന്റിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു, എന്റെ എല്ലാ പ്രശ്നങ്ങളും ടോക്ക് തെറാപ്പി. ടോക്ക് തെറാപ്പി എന്ന് തന്നെയാണ് സൈക്കോ തെറാപ്പി. അപ്പൊ സാർ ഇവിടെ ഇതുപോലെയാണ് സത്യത്തിൽ ഈ ഞങ്ങള് ഭഗവത്ഗീത പഠിക്കാൻ ഭയന്നിരിക്കുന്ന വ്യക്തികൾക്കും അതുപോലെയുള്ളൊരു പ്രതീക്ഷയാണ് സാർ ഇവിടെ നൽകിയത്. ഇനി അടുത്ത സാറിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. 2 ശ്ലോകം കൂടി പഠിച്ചാൽ നമുക്ക് ഭഗവത്ഗീത, ഇനി ഭഗവത്ഗീത പഠിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു ഒന്നും കേട്ടില്ല എന്നുള്ളൊരു സങ്കടം കൃഷ്ണനും വേണ്ട, നമുക്കും വേണ്ട. ഇനി അങ്ങനെ ഒരു കംപ്ലൈന്റും വരരുതല്ലോ. ഇപ്പൊ ഭഗവത്ഗീത ശരിക്കും തുടങ്ങുന്നത്, ആദ്യം വഴക്ക് പറയുന്നതും അർജുനന്റെ സറണ്ടറിങ്ങും ഒക്കെയാണ് ആദ്യത്തെ 10 ശ്ലോകം വരെയുള്ളത്. ശരിക്കും ഭഗവത്ഗീത തുടങ്ങുന്നത് 11-ാമത്തെ ശ്ലോകത്തിലാണ്. ആ 11-ാമത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ എസൻസ് എന്താണ്, എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ച ലക്ഷ്മിയുടെ ഉത്തരത്തിന് ഭഗവാൻ ഭഗവത്ഗീത തുടങ്ങുന്നത്, അതിനു മുമ്പുള്ള വഴക്ക് പറയുന്നതൊക്കെ പോട്ടെ, ഗീതയായിട്ട് തുടങ്ങുന്നത്, അഡ്വൈസ് ആയിട്ട്. ശിഷ്യൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടിയൊക്കെ ശിഷ്യൻ പറയുന്നുണ്ട്, സഞ്ജയൻ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് വിടാം നമുക്ക്. നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ ഇടക്ക് സഞ്ജയൻ ഒരു പറഞ്ഞു കൊടുക്കണമല്ലോ. അന്ന് ആന്റിനെ അവിടെ വെച്ചിട്ട് പിന്നെ
ടെർമിനൽ ഇവിടെയാണ്. ആ ടെർമിനലിന്റെ സംഭവങ്ങൾ നോക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്, തുടങ്ങുന്നത് അശോച്യാനന്യശോചസ്ത്വം. സെക്കൻഡ് ചാപ്റ്ററിൽ 11th ശ്ലോകം, രണ്ടാമത്തെ അധ്യായത്തിൽ കിട്ടി സർ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസോ ന ഗദാം സൂക്ഷ്മ നാനുശോചന്തി പണ്ഡിത. അശോച്യാനന്യശോചസ്ത്വം. അശോച്യ എന്താണ് ഭഗവത്ഗീത എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അശോച്യ, ഡോണ്ട് ബി സാഡ്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഭഗവത്ഗീത? ഒന്നുമില്ല, ധർമ്മാണ്, കർമ്മാണ്, ഒന്നും പറയണ്ട. എന്തു ചെയ്താലും അവസാനം നമുക്ക് എന്താ കിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഃഖമില്ലായ്മയാണ്. ഭഗവാൻ കൃഷ്ണൻ എന്താണ് അർജുനന് കൊടുത്തത് എന്ന് ചോദിച്ചാൽ അടിപിടി കൂടാനുള്ള ശക്തിയോ അമ്പോ വില്ലോ മനസ്സോ, അതിനകത്തുള്ള ഒരു ശോചത്തെ എടുത്തു കളയുക ചെയ്തു, ദുഃഖത്തെ. അപ്പൊ എന്താണ് ഭഗവത്ഗീത? അശോച്യ, ഒറ്റ വാക്കിൽ അങ്ങോട്ട് തീർത്തു. പിന്നെ ഇത് പഠിക്കേണ്ട കാര്യമില്ല, ഭഗവത്ഗീത കഴിഞ്ഞു. കൃഷ്ണൻ ഒറ്റ വാക്കാ പറയുന്നത്, ഡോണ്ട് ബി സാഡ്, ദുഃഖിക്കാതിരിക്കൂ. അന്യശോചസ്ത്വം, എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടാവുക നമുക്ക്, ആ ദുഃഖങ്ങളൊക്കെ മറക്കുക. എന്താ ചെയ്യേണ്ടത്? പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കുക, അത് പറയുന്നത് പോലെ പറയുക, അവരുച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുക, അവരറിയുന്നത് പോലെ അറിയുക. അപ്പൊ എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ലൈൻ. ദുഃഖമില്ലാണ്ടിരിക്കണം, എങ്ങനെ പെരുമാറണം? പണ്ഡിതന്മാരെ പോലെ പെരുമാറണം. അപ്പൊ അതിനകത്ത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ എന്താവും? അറിവില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം. ഇപ്പൊ ഭഗവത്ഗീത എന്താ പറയണെന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ നോളജ് ഇല്ല, സെൻസ് ഇല്ല എന്നൊക്കെ പറയല്ലോ, നോൺ സെൻസ്, യൂസ്ലെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അവന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കും. അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. പണ്ഡിതന്മാർ എങ്ങനെയാണ് പറയുന്നത്, എങ്ങനെയാ പഠിക്കുന്നത്, എങ്ങനെയാണ് ഇടപെടുന്നത്, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗദാസൂന ഗദാംസുശ്ച, കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, ചത്തുപോയിട്ടുണ്ടാവും, കൂടുതലാളുണ്ടാവില്ല, അങ്ങനെ കുറെ പേരുണ്ടാവും. നമ്മളൊന്നും അല്ല മഹാന്മാര്, കുറെ ആൾക്കാർ ജീവിച്ചും മരിച്ചും ഒക്കെ പോയിട്ടുണ്ടാവും. ഗദാസൂന ഗദാസുംശ്ച നാനു ശോചന്തി പണ്ഡിതാഹ, അവരെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് പണ്ഡിതന്മാര് വേവലാതിപ്പെടാറില്ല. എന്ന് വെച്ചാൽ അർത്ഥം, നീ ചത്തുപോയത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നീ പോയിക്കോന്നാ പറയണത്. സത്യം പറഞ്ഞ നീ ഇപ്പൊ ജീവിച്ചിരുന്നോണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഏതെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം, ഞാനിപ്പോ ഈ ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അന്ന് രാത്രി എനിക്ക് കോൾ വരും, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ സാർ. ഞാൻ ചെയ്തോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളും ഫോൺ വിളിച്ചിട്ട് ഡോക്ടർ TPSനോട് ആത്മഹത്യ ചെയ്യാന്ന് പറയില്ല, നമ്പർ 1. നമ്പർ 2, ഞാൻ തനിക്ക് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, വന്നൊരു ക്ലാസ് എടുത്തു എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്നെ കുടുക്കിലാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ടെലിഫോൺ കോൾ എനിക്ക് ചോദിച്ചിട്ട് താൻ ആത്മഹത്യ ചെയ്താല് നാളെ പോലീസ് ലാസ്റ്റ് കോൾ നോക്കുമ്പോൾ ഡോക്ടർ TPSനെ 11:30-12 മണിക്ക് വിളിച്ചു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ചാവുന്നതിന് 100 പേരെയും കൂടി വിളിച്ചിട്ട് ചത്താ മതി, എന്നാ എല്ലാരെയും വിളിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ, നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ടാവുമല്ലോ. അപ്പൊ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. സീരിയസ് ആയിട്ടാണോ പറയണത്? ഇങ്ങനെ കുറെ പേര് മരിച്ചത് കൊണ്ടോ ജനിച്ചത് കൊണ്ടോ ഒന്നും ലോകത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോണില്ല. എന്ത് രസകരമായിട്ടാ കൃഷ്ണൻ പറയണെന്ന് നോക്കൂ. അതുകൊണ്ട് അതൊന്നും അല്ല പ്രശ്നം. പണ്ഡിതനായിട്ട് കാര്യങ്ങൾ ഗണിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾക്കൊക്കെ പണ്ഡിതന്റെ ഗുണമുണ്ടെങ്കിൽ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്നുള്ള കുറെ പേര് മരിച്ചു ജീവിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ചേ പറയും, അങ്ങനെയൊക്കെ ചെയ്താൽ നീ കേമനായിട്ട് മാറും എന്ന് പറയുന്ന ഇല്ലേ, ആചാര്യന്മാരിൽ ആചാര്യനാവണം എന്നൊക്കെയാണ് പറയുന്നത് അർജുനോട്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതിന് വർത്തതേ. നിന്നെ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ പോകുന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ. അങ്ങനെയൊന്നും അല്ലാത്ത നീ ഇപ്പം ചത്തുപോവുകയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആയാൽ പിന്നെ ഗുണം ഉണ്ടാവുന്നു പിന്നെ പറയുന്നു. പക്ഷെ അതിനാദ്യം വേണ്ടത് എന്താണ്? അശോച്യാനന്യശോചസ്ത്വം, ദുഃഖമില്ലാത്തവനായിട്ട് മാറണം. ഇനി ഇതേ സംഭവം തുടക്കത്തില് അശോച്യ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതും ഇതേ വാക്കുപയോഗിച്ചിട്ടാണെന്നാണ് ഭഗവത്ഗീത. അത് 18ാമത്തെ അധ്യായത്തില് 66ാമത്തെ ശ്ലോകമാണ്. നമുക്കറിയാം,
ഇനി ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ നീ പണ്ഡിതനാവണം, ദുഃഖമില്ലാത്തവനാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഭഗവത്ഗീതയിൽ ലാസ്റ്റ് 18ാമത്തെ അധ്യായത്തിൽ 66 മാത്രമല്ല കേട്ടോ, അതിന് കൂടെ കുറെ ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ ക്രക്സ് ഓഫ് ദ പോയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രക്സ് ഓഫ് ദ ഗീത എന്ന് പറയുന്നത്, അതിന്റെ കാതൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് 66ാമത്തെ ശ്ലോകമാണ്. കാരണം അത് അശോച്യ എന്ന് തുടങ്ങിയിട്ടുള്ള ശ്ലോകം മശുച എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു തീർത്തതാണ്. ഇപ്പൊ തുടങ്ങിയത് അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാതാംശ്ച ഭാഷസേ, നീ ബുദ്ധിയുള്ളവനായിട്ട് പണ്ഡിതനായിട്ട് അതുപോലെയൊക്കെ പെരുമാറിയാൽ എന്താവും? അവസാനം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ ആവണമെങ്കിൽ എന്താവണം? ബാക്കിയുള്ള ധർമ്മങ്ങളൊക്കെ നീ ഉപേക്ഷിച്ചിട്ട് എന്നിൽ സറണ്ടർ ചെയ്യാം. അപ്പൊ എന്റെ കൂടെ കൂടുന്നവരൊക്കെ, എന്റെ മെന്റർഷിപ്പിൽ വരുന്നവരൊക്കെ നല്ല ബുദ്ധിമാന്മാരും നല്ല അറിവുള്ളവരും ഒക്കെ ഇട്ട് ഞാൻ മാറ്റും, അവർക്ക് ദുഃഖമുണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി പറയാണ്. കിട്ടിയോ ശ്ലോകം? 18ാമത്തെ അധ്യായം 66. കിട്ടിയില്ല സാർ. ഇതിൽ എന്താ വെച്ചാൽ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു സാർ പറയാത്തത് കൊണ്ട്. അപ്പം നമ്പർ ഞാനും പ്രിപ്പയർഡ് അല്ല, ഞാൻ ആ ചോദ്യം വന്നതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതേ അർത്ഥമുള്ള കുറെ ശ്ലോകങ്ങൾ കിട്ടും കേട്ടോ നമുക്ക് മുമ്പ്. 8ാമത്തെ അധ്യായത്തിൽ 18, ഞാൻ എല്ലാം നമ്പർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പം എനിക്ക് പറയാം. 8ാമത്തെ അധ്യായത്തിൽ 16ാമത്തെ ശ്ലോകം, 9-ൽ 28, 12-ൽ 6, 11-ൽ 55, 2-ൽ 11, 3-ൽ 5, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ശ്ലോകം. ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടായതുകൊണ്ട് ഒരു പ്രതീക്ഷ അല്ല, അങ്ങനെ ആകുമ്പോഴല്ലേ നമ്മൾ പഠിപ്പിക്കുന്നതിൽ വ്യത്യാസം. അല്ല, ഒരു അക്കാഡമിഷ്യൻ എഡ്യൂക്കേഷണലിസ്റ്റ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അതിന്റെ ഗുണം നമ്മൾ നേരിട്ട് ഇപ്പൊ അനുഭവിക്കുകയാണ്. കാരണം എങ്ങനെ പഠിപ്പിച്ചാലാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്നവർക്ക് എത്ര ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദാഹരണം മാത്രമല്ല, ഞങ്ങളെ അനുഭവിപ്പിക്കുകയാണ് സാർ. ഇപ്പൊ ഇതൊരു പുതിയ എക്സ്പീരിയൻസ്. മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോഴേ എനിക്കൊരു കൈമൾ സാർ എന്നൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡീനൊക്കെ ആയിട്ട് റിട്ടയർമെന്റിന് ശേഷം, എന്നെ പഠിപ്പിച്ചത് മാത്തമാറ്റിക്സ് ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസാണ് പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് പവർ 18 22 ഒക്കെയാണ് ക്ലാസ്. അപ്പൊ ഇങ്ങനെ അടുത്തൊക്കെ നോക്കിയാലേ കാണുള്ളൂ. 100 കണക്കിന് മോസ്റ്റ് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ബുക്സ് വരും. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പെറ്റ് ശിഷ്യനാണ്. എന്റെ വീട്ടിൽ ഹൈദരാബാദൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരം പോയി കണ്ടിട്ടുണ്ട്. എന്റെ മകന്റെ മാരേജിന് കണ്ണൂർ വരെ വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത്. റിട്ടയർ ആയിട്ടൊക്കെ എത്രയും കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് ആലോചിച്ചോണം. അപ്പൊ അദ്ദേഹം ഏത് ബുക്ക് വന്നാലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മട്ടില വായിക്കുക. ആദ്യത്തെ ഹെഡിങ് അങ്ങോട്ട് വായിക്കും, അവസാനം റെഫറൻസ് ബുക്ക് നോക്കിയിട്ട് പറയും ഇത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടോ. ഈ വിവേകാനന്ദ സ്വാമികളൊക്കെ അങ്ങനെ വായിച്ചിരുന്നു എന്നാണ്. ക്രക്സ് ഓഫ് ദ പ്രോബ്ലം, അത് നമ്മൾ ഈ ഇംഗ്ലീഷിൽ എസ്സേ റൈറ്റിംഗ് കോംപ്രഹെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവില്ലേ, അത് 10 പേജ് ഉണ്ടെങ്കിലും നല്ല എസ്സേ റൈറ്റിംഗ് ആണെങ്കിൽ അതിന്റെ ആദ്യത്തെ പാരഗ്രാഫും ലാസ്റ്റ് പാരഗ്രാഫും വായിച്ചാൽ അത് ഫുൾ പിടുത്തം കിട്ടും നമുക്ക്. ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നല്ല ന്യൂസ് പേപ്പർ എഴുതുന്നവരാണെങ്കിൽ, നല്ല എഡിറ്റോറിയലൊക്കെ എഴുതുന്ന ആളാണെങ്കിൽ ആദ്യത്തെ 2 ലൈനും ലാസ്റ്റ് 2 ലൈനും വായിച്ചാൽ അതിന്റെ എസൻസ് കിട്ടിയെന്നാണ്. അതുപോലെയാണ് ഭഗവത്ഗീത. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ഇത് എല്ലാ ബുക്കിലും ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല കേട്ടോ. ഭഗവത്ഗീതയുടെ മേന്മ എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ടിട്ടുള്ളത് ഇത്തരം ഒരു പിരമിഡൽ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ പറയും. ഇനി ഏറ്റവും നല്ല ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ 18ാം അധ്യായത്തില് സെന്റർ ഓഫ് ദ സെന്റർ, 9ാമത്തെ അധ്യായത്തില് 23ാമത്തെ ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ അതാണ് സെന്റർ. 22ാമത്തെ ശ്ലോകം 9ാമത്തെ അധ്യായത്തില് 22ാമത്തെ ശ്ലോകം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹമ്യഹം. കിട്ടി സർ. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്താണ് ഭഗവത്ഗീത കൊണ്ടുള്ള ഗുണം എന്നുള്ളത് കിട്ടണമെങ്കിൽ സെന്റർ ഓഫ് ദ ശ്ലോകം നോക്കിയാലും കിട്ടും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? യോഗക്ഷേമമാണ്. നമുക്ക് ഫെയിം ഉണ്ടാവും, നമുക്ക് നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ടാവും,
കുറേ ധനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇത് മിസ്സാവുമ്പോഴാണ് ഇല്ലാത്തവനെക്കാളും ദുഃഖം. ഇല്ലാത്തവന് വലിയ പ്രോബ്ലം ഒന്നുമില്ല. കുറേ കാശുണ്ടായിട്ട് പതറി എല്ലാം നശിച്ചു പോകുന്നവന്റെ ദുഃഖം എന്ന് പറയുന്നത് ദരിദ്രവാസിയെക്കാളും ദുഃഖിതനായിരിക്കുകയാണ്. ഒരു പ്രസിദ്ധി ഇല്ലാത്തവനും പ്രസിദ്ധി വേണമെന്നുള്ള ആഗ്രഹത്തിനേക്കാളും പതറുന്നവനാണ് ഒരു പൊസിഷനിൽ നിന്നും പവറിൽ നിന്നും താഴത്തേക്ക് വീഴുമ്പോണ്ടാവുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്തവന് ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ് അവൻ. പക്ഷെ കുറെ അറിവ് നേടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, മറന്നു പോകുന്ന ഒരവസ്ഥ. എക്സാമിനേഷന് പഠിക്കാതെ പോയാൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പഠിച്ചു പോയിട്ട് ആൻസർ എഴുതാൻ പറ്റാത്തവന്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അവസ്ഥയാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് താൻ യോജിച്ചു ചേർത്തിട്ടുള്ളത്, യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക എന്നാണ്. എന്താണോ യോജിപ്പിച്ചിട്ടുള്ളത് അതിനെ ക്ഷേമമായിട്ട് കയ്യിൽ വെക്കാൻ ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഭഗവാൻ, ഏതെങ്കിലും ഒരു മാസ്റ്റർ, ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിനോട് ഗ്യാരണ്ടി പറയുന്നുണ്ടെങ്കിൽ അത് ഈ ശ്ലോകത്തിൽ മാത്രമേ. പക്ഷെ അതിന് താഴത്തൊരു സ്റ്റാർ ഇട്ടിട്ട് യോഗക്ഷേമം വഹാമ്യഹം, അതൊക്കെ ഞാൻ ഗ്യാരണ്ടി പറയാം. പക്ഷെ സ്റ്റാർ താഴത്തൊരു സെന്റൻസ് ഉണ്ട്, അതാണ് ഫസ്റ്റ് ലൈൻ. അനന്യശ്ചിന്തയന്തോ മാം, വേറെ ചിന്തയൊന്നും പാടില്ല കേട്ടോ. വേറെ ചിന്തകളൊന്നും പാടില്ല. അത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അതാണ് ഭഗവാൻ പറയുന്നത്. വേറെ ചിന്തകളൊക്കെയാണ് എന്നിട്ട് പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാർക്ക് തരാമെന്നൊന്നും ഗ്യാരണ്ടി പറയുന്നില്ല. ഏത് ചിന്തകളും ഇല്ലാതെ, തെറ്റായ ചിന്തകളൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും ധ്യാനത്തോടു കൂടി, ആ ധ്യാനം എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. ആ ശ്രദ്ധ നിങ്ങളുടെ കർമ്മത്തിലുണ്ടെങ്കിൽ അർജുന നിനക്ക് എന്തായാലും ശ്രേയസ് കിട്ടും. അവസാനം പറഞ്ഞിട്ടുള്ള ശ്രേയസ് കിട്ടും, നന്മ വരും, ബെനിഫിറ്റ് ഉണ്ടാവും, എല്ലാം കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? വേറെ ചിന്തകളൊന്നും പാടില്ല. എക്സാമിനേഷൻ ഹാളിൽ വന്നാൽ എക്സാം എഴുതുക എന്നുള്ളതാണ്. കുരുക്ഷേത്ര വാറിൽ വന്നാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കടമ. ഇന്നലെ വൈകുന്നേരം വരെ അറിയാലോ ഇന്നലെ വൈകുന്നേരവും ഇന്ന് യുദ്ധത്തിന് വരണം എന്നുള്ളത്. ഇന്നലെ വൈകുന്നേരവും അറിയാലോ ഇത് മുത്തശ്ശനാണ് അപ്പുറത്തിരിക്കുന്നത്. ഭീഷ്മർ ഇന്നലെ രാത്രിയൊന്നും അല്ലല്ലോ മുത്തശ്ശനായി മാറിയത്, അല്ലല്ലോ. നിങ്ങൾ ടീച്ചർ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, എന്നെ പഠിപ്പിച്ച മാഷാണ്, എന്റെ കസിൻ ബ്രദറാണ്, എന്റെ ബന്ധുക്കളാണ്, അവരൊന്നും ഇന്നലെ രാത്രി ഒറ്റ രാത്രി കൊണ്ട് മാഞ്ഞുമറിഞ്ഞ് ബന്ധുക്കളായി മാറിയവരല്ലല്ലോ. അപ്പൊ ഈ കുരുക്ഷേത്ര വാറിൽ വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തിനാണ് സമൂഹ അല്ലെങ്കിൽ സമ്മൂഢനായിട്ട് മാറുന്നത്, മൂഢനായിട്ട് മാറുന്നതിന്റെ ആവശ്യമില്ലല്ലോ. ആ ചിന്തകളൊന്നും പാടില്ല. കാരണം വന്നിരിക്കുന്ന ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് അങ്ങ് നിർവഹിക്കുക. ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടന്റ്. ഇതാണ് നമുക്കൊക്കെ പറ്റുന്നത്. നമ്മളെ കുറേ ഒഴിവുകൾ പറയും. അത് രസകരമായിട്ട് ശ്ലോകങ്ങളിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെ ഒഴിവ് പറഞ്ഞിട്ടാണ് അർജുനൻ ചാടിപ്പോവാൻ പോകുന്നത് അല്ലേ? എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. വയറ്റിൽ വേദനയാണ്, തലവേദനയാണ്, കണ്ണുവേദനയാണ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അതേ അവസ്ഥയിലാണ് അർജുൻ. അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇതൊന്നും നടക്കില്ല ഇവിടെ. ശരിക്ക് കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഗ്യാരണ്ടി കൊടുക്കുകയാണ് ഭഗവാൻ. പക്ഷെ വെറുതെ ഗ്യാരണ്ടി തരില്ല. ഞാൻ പറഞ്ഞത് കേട്ടാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലേ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഏറ്റവും നല്ല ക്രക്സ് ഓഫ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ. നമ്മൾ രണ്ട് ഭാഗത്തുമാണ് പോയത്. ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ 18. ഇനി നേരെ സെന്ററിൽ പോയിട്ട് തുറന്നു കഴിഞ്ഞാൽ 22ാമത്തെ ശ്ലോകമാണ് ഏകദേശം സെന്റർ ആയിട്ട് വരിക. അതിൽ കൂടുതൽ ശ്ലോകങ്ങളുണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിന്റെ കണക്കെടുത്ത് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് എളുപ്പമായിരിക്കും. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു എഡ്യൂക്കേഷണലിസ്റ്റിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ അക്കാഡമീഷ്യന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻ ഭഗവത്ഗീത പഠിക്കുമ്പോൾ എത്ര എളുപ്പമായിട്ടാണ് അത് മനസ്സിലാക്കി ട്രിക്കുകളാണ് വേണ്ടത്. മാത്തമാറ്റിക്സ് ഒക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്റെ വഴിയിലൂടെ ഞാൻ പഠിപ്പിക്കാം. അത് എളുപ്പം പഠിച്ചു തീർക്കാൻ പറ്റും. നമ്മളൊരു കല്ല് പൊട്ടിക്കണമെങ്കിൽ കുറെ പ്രാവശ്യം അടിച്ചിട്ടല്ല പൊട്ടിക്കുക. അത് ഞാൻ ഹാർഡ് വർക്കാണ്. ഞാൻ ഹാർഡ് വർക്ക് അല്ല പറയാ. നമ്മൾ കൃത്യമായിട്ട് കല്ലിന്റെ ചുറ്റുമൊക്കെ നോക്കിയിട്ട് എവിടെ അടിച്ചാൽ പൊട്ടുമെന്ന് എനിക്കറിയുമ്പോ അവിടെ ഒരടി അടിച്ചാൽ. ഇപ്പൊ തേങ്ങ പൊട്ടിക്കാൻ അറിയാത്ത ആള് തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം അറിയില്ലേ? അത് കൃത്യമായിട്ട് എവിടെ അടിക്കണം നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അത് തേങ്ങ നിലത്തിട്ടിട്ടൊന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ഥിതിയിലാണോ നിൽക്കുന്നത് അത് നോക്കി അറിയാം. കണ്ണുകളുടെ ഏത് ഭാഗത്താണ് നിൽക്കാറ് 10 നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെ പഠിക്കാം എക്സ്പെരിമെന്റ് വെച്ചിട്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കയ്യിലെടുത്ത് ഒറ്റ അടി അടിച്ചു പൊട്ടും. അത് വലിയ കത്തിയൊന്നും വേണ്ട.
ചെറിയ ഈ ഒരു സാധനം കൊണ്ട് അടിച്ചു പൊട്ടിക്കാൻ ടപ്പൊന്നൊന്ന് അടിച്ച പൊട്ടും. അത് ഒബ്സർവേഷനാണ്. വളരെ അങ്ങ് നേരത്തെ പറഞ്ഞ ഭഗവാൻ തന്നെ ഇന്ന കണ്ടീഷൻസ് ആണ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയുന്നത്, ഒന്നിനെ പറ്റിയും ദുഃഖിക്കാറില്ല. അതായത് ഇന്നത്തെ സാറ് സൈക്കോ തെറാപ്പിസ്റ്റും കൂടെയാണ്, കൂടി ആയതുകൊണ്ട് അറിയാം ഒരു പെർഫെക്റ്റ് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഗുഡ് മെന്റൽ ഹെൽത്തിന്റെ കണ്ടീഷൻസ്. നമ്മൾ ആധുനിക മനഃശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ, ഗുഡ് മെന്റൽ ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് that allows people to cope with life's challenges, function well, and contribute to their community. It's an essential part of overall health and quality of life. അതുപോലെ തന്നെ some characteristics of good mental health include feeling in control of your life and decisions, being able to cope with stress and challenges, being able to focus at work, being generally optimistic about life, and accomplishing personal goals. ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഇവിടെ അർജുനനെ ഗ്യാരണ്ടി ചെയ്യുന്നത്. കാർപ്പണ്യദോഷം അത് വന്നു കഴിഞ്ഞപ്പോഴാണ് സമൂഹമോടൊക്കെ പോയി തീർച്ചയായിട്ടും അപ്പോഴാണ് ഡിപ്രഷനിലോട്ട് പോകുന്നത് എന്നുള്ളത് സാറ് ഭംഗിയായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളടക്കം, ഞാൻ ഇന്ന് എന്റെ മകനോട് അവൻ വന്നിത് പറഞ്ഞപ്പോ 4-5 പേര് റിവ്യൂസ് ഇട്ടിരിക്കുന്നല്ലോ, 4-5 പ്രാവശ്യം വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, TPS സാറിൻ്റെത് വരുന്നുണ്ട്, ഭഗവത്ഗീത എങ്ങനെ പഠിക്കണമെന്ന്, നീ അത് കേട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സാർ ഇത്ര ഭംഗിയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഭഗവത്ഗീത ക്ലാസ് തരുന്നത്. അയ്യോ, ഇതിൽ കൂടുതൽ ഇനി പഠിപ്പിക്കാനില്ല. ഞാൻ പറഞ്ഞില്ല, പേടിയടക്കം മാറി, എന്തോ ഒരു ഭയങ്കര സംഭവമാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉള്ള ധാരണകളൊക്കെ മാറ്റി തന്നു. ഇനി സാറ് ഈ ശ്ലോകങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട് സാർ ഞങ്ങൾക്ക്. ഭഗവത്ഗീത ഈ ബുക്ക് അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. അതെ, ഗീത ലളിതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് എത്ര പ്രാവശ്യം ഭഗവത്ഗീത വായിച്ചെന്ന് ചോദിച്ചാൽ എത്ര പ്രാവശ്യം വായിച്ചിട്ടില്ല. അത് ഇതിനകത്തും എഴുതിയിട്ടുണ്ട് ഞാൻ. ഭഗവത്ഗീത ഈസ് 1 question 1 answer എന്ന്. പണ്ട് 2005 മനസ്സിലായി. സാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഏതൊക്കെയോ 2 ശ്ലോകങ്ങളിൽ റിലേറ്റ് ചെയ്തിട്ടാണ് പറയുക. പക്ഷെ ഇത്ര അപ്രതീക്ഷിതമായിട്ട് ഒരു ഞാൻ തന്നെ ഒരു എന്താ പറയണ്ട, ആ ചോദ്യങ്ങൾ അനുസരിച്ചിട്ട് പറയുന്നതുകൊണ്ട് എന്താ പറയേണ്ടത്. പിന്നെ ഭഗവത്ഗീതയെ ഇത്ര മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശീലമില്ലാത്ത തരത്തിൽ അവതരിപ്പിച്ച് അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ ഇനിയും കാത്തിരിക്കാൻ, അടുത്ത് ഇനി എന്താണ് ഭഗവത്ഗീതയെ കുറിച്ച് പറയാനുള്ളത് എന്ന് കേൾക്കുന്ന ത്വരയുണ്ടാക്കി തന്നതിന് പാദ നമസ്കാരത്തോടു കൂടിയിട്ട് 1000 നന്ദി. നമസ്കാരം. വന്ദേ മാതരം. ഇതൊരു ബ്രഹ്മവിദ്യയാണ്, ഇതൊരു യോഗശാസ്ത്രമാണ്. ആത്മാവിന്റെ ഉള്ളിലെ പരമാത്മാവിന്റെ, ബ്രഹ്മവിദ്യ അറിയുന്ന പരമാത്മാവിന്റെ വിജ്ഞാനം, അതാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. അത് ശരിക്ക് ഒരു സംവാദത്തിലൂടെ അർജുനൻ കൃഷ്ണന് പറഞ്ഞു കൊടുത്തു എന്നുള്ളത്, ആ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് വായിച്ചു തീരുന്ന സമയത്ത് ഓം തത്സത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. അത് ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തത് അർജുന വിഷാദ യോഗത്തിൽ നിന്നും മോക്ഷ സന്യാസ യോഗത്തിലേക്കൊക്കെ ചാടി ഇത് പഠിക്കാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തൊട്ടറിയാനും ചിന്തകൾ നമ്മോടൊപ്പം പങ്കിടാനും ആ സംവാദത്തിൽ പങ്കുകൊള്ളാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കാണണം. ഈ സർവോത്തമമായ ജ്ഞാനത്തെ അനുഭവിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ സാധിച്ചാൽ അഭിവൃദ്ധിയും വിജയവും അനുഗ്രഹവും ദീർഘായുസ്സും സമൃദ്ധിയും എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരോത്തരം അഭിവൃദ്ധി വിജയശ്രീ ഭവ എന്നൊക്കെയാണ് പറയാ. ദീർഘ ആരോഗ്യത്തോടുകൂടി സമൃദ്ധിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി വാഴാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഉണ്ടാവട്ടെ. ശാന്തി ശാന്തി ശാന്തി.